ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത റൗണ്ടിൽ ബ്രസീലിന്റെ എതിരാളികൾ അത് യൂറോപ്യൻ ടീമായ നോർവേയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ നോർവേ 1-2 ഗോളുകൾക്ക് ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ജൂലൈ 6-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1:30 ഈ ഒരു മത്സരം നടക്കുക. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ ഫുട്ബോൾ ചരിത്രത്തിൽ നോർവേയെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. 4 തവണയാണ് ബ്രസീലും നോർവേയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 2 തോൽവികളും 2 സമനിലകളും ബ്രസീലിന് വഴങ്ങേണ്ടി വന്നു. ഒരൊറ്റ തവണ പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ചരിത്രം ഇത്തവണ തിരുത്തി എഴുതേണ്ടതുണ്ട്. ഏതായാലും വരുന്ന മത്സരത്തിൽ ബ്രസീലിനെ തോൽപ്പിക്കാൻ സാധിക്കുമോ, അതിന് സാധ്യതകൾ ഉണ്ടോ എന്ന് ഏർലിംഗ് ഹാലൻഡിനോട് ഇന്നലത്തെ മത്സരത്തിന് ശേഷം ചോദിച്ചിരുന്നു. സാധ്യതകൾ കുറവാണ്, ചെറിയ ഒരു പോസിബിലിറ്റി മാത്രമാണ് ഉള്ളത് എന്നാണ് ഹാലൻഡ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പരമാവധി ഈ മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുമെന്ന് ഇപ്പോൾ ഹാലൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത റൗണ്ടിൽ ബ്രസീലിനെ അഭിമുഖീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും മികച്ച ടീമുകളാണ് പ്രീ ക്വാർട്ടറിൽ എത്തുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും എളുപ്പമുള്ള മത്സരങ്ങൾ ഉണ്ടാവില്ല. മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമാവില്ല. പക്ഷേ ഞങ്ങൾ നല്ല രീതിയിൽ തയ്യാറെടുക്കും. ബ്രസീലിനെതിരെ ചെറിയ സാധ്യതകൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഏറ്റവും മികച്ച രൂപത്തിൽ തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തും. ഇതാണ് ഏർലിംഗ് ഹാലൻഡ് പറഞ്ഞിട്ടുള്ളത്. വരുന്ന മത്സരത്തിൽ ബ്രസീലിന് വെല്ലുവിളി സൃഷ്ടിക്കുക ഹാലൻഡ് തന്നെയായിരിക്കും. കാരണം അദ്ദേഹം തന്റെ ഗോൾ വേട്ട തുടരുകയാണ്. ഈ വേൾഡ് കപ്പിൽ 5 ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസീൽ അദ്ദേഹത്തെ നല്ല രൂപത്തിൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ഗബ്രിയേൽ മഗല്ലസിനായിരിക്കും. പ്രീമിയർ ലീഗിൽ പലപ്പോഴും ഏർലിംഗ് ഹാലൻഡിനെ പൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ തടയാനുള്ള ചുമതലകൾ നല്ല രൂപത്തിൽ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗബ്രിയേൽ മഗല്ലസ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ബ്രസീലിന് തുണയാകും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.